ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഭക്ഷണത്തിന് രുചി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഉപ്പ്. ഉപ്പില്ലാത്ത കഞ്ഞി ഉപ്പിലിട്ടതുപോലെ എന്ന പഴഞ്ചൊല്ല് തന്നെ നമുക്കറിയാം. എന്നാൽ നാം നിത്യവും ഉപയോഗിക്കുന്ന ഈ വെളുത്ത തരികൾ എവിടെ നിന്നാണ് വരുന്നത്, അതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കാം. കടൽ വെള്ളത്തിൽ നിന്നാണ് നമ്മൾ പ്രധാനമായും ഉപ്പ് വേർതിരിച്ചെടുക്കുന്നത്. ഇതിനായി കടൽ തീരത്തോട് ചേർന്ന് വലിയ പാത്തികൾ അല്ലെങ്കിൽ തടങ്ങൾ നിർമ്മിക്കുന്നു. ഇതിനെ ഉപ്പളങ്ങൾ എന്നാണ് വിളിക്കുന്നത്. വേലിയേറ്റ സമയത്തോ പമ്പ് വഴിയോ കടൽ വെള്ളം ഈ ഉപ്പളങ്ങളിലേക്ക് നിറയ്ക്കുന്നു. ഇവിടെയാണ് പ്രകൃതി അതിന്റെ മാജിക് കാണിക്കുന്നത്. സൂര്യന്റെ കഠിനമായ ചൂടേറ്റ് ഉപ്പളങ്ങളിലെ വെള്ളം സാവധാനം ആവിയായി പോകുന്നു. ഇതിനെ ബാഷ്പീകരണം എന്ന് വിളിക്കുന്നു. വെള്ളം വറ്റിത്തീരുമ്പോൾ വെളുത്ത നിറത്തിൽ ഉപ്പിന്റെ തരികൾ താഴെ അടിഞ്ഞുകൂടുന്നു. വെള്ളം പൂർണ്ണമായും വറ്റിക്കഴിഞ്ഞാൽ തൊഴിലാളികൾ ഈ ഉപ്പ് വലിയ കൂനകളായി ശേഖരിക്കുന്നു. ഇതിനെ അസംസ്കൃത ഉപ്പ് അല്ലെങ്കിൽ റോ സാൾട്ട് എന്ന് വിളിക്കാം. ഇത് നേരിട്ട് ഭക്ഷണത്തിൽ ഉപയോഗിക്കില്ല, കാരണം ഇതിൽ മണലും മറ്റു മാലിന്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശേഖരിച്ച ഉപ്പ് പിന്നീട് വലിയ ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അത് പലതവണ കഴുകി ശുദ്ധീകരിക്കുന്നു. കൂടാതെ ആരോഗ്യത്തിന് ആവശ്യമായ അയഡിൻ ഈ ഘട്ടത്തിലാണ് ഉപ്പിൽ ചേർക്കുന്നത്. അയഡിൻ ചേർത്ത ഉപ്പ് കഴിക്കുന്നത് തൈറോയിഡ് പോലുള്ള രോഗങ്ങളെ തടയാൻ സഹായിക്കുന്നു. ശുദ്ധീകരിച്ച ഉപ്പ് പിന്നീട് മെഷീനുകൾ വഴി പാക്ക് ചെയ്ത് വിപണിയിലെത്തുന്നു. അങ്ങനെയാണ് കടലിലെ തിരമാലകളിൽ നിന്നും ഈ ഉപ്പ് നമ്മുടെ അടുക്കളയിലെ പാത്രങ്ങളിലെത്തുന്നത്. അടുത്ത തവണ ഉപ്പ് ഉപയോഗിക്കുമ്പോൾ ഓർക്കുക, ആ ചെറിയ തരികൾക്ക് പിന്നിൽ പ്രകൃതിയുടെയും മനുഷ്യന്റെയും വലിയൊരു അധ്വാനമുണ്ട്.